പ്രതിപക്ഷ വി ഡി സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. വർഷമായി പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആളുകൾ കോടതി കയറിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തു മര്യാദയാണ് അവരോട് സർക്കാർ കാണിച്ചത്? ഇന്നലെയും സമരത്തെ ആക്രമണ സ്വഭാവത്തോടു കൂടി നേരിടാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇന്നലെ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് വളരെ കഠിനമായിട്ടാണ് നേരിടുന്നത്. ശത്രുക്കളെ പോലെയാണ് നേരിടുന്നത്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്യുന്നത്? SFI സമരം ചെയ്യുമ്പോഴും DYFI സമരം ചെയ്യുമ്പോഴൊന്നും പോലീസിന് ഈ നടപടിയില്ലല്ലോ. പോലീസ് അവരെ ചേർത്ത് പിടിച്ച് അവരെ കെട്ടിപ്പിടിച്ച് കൊണ്ടുപോവുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ CAA പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്കെതിരായിട്ടുള്ള സർക്കാരിൻ്റെ നിലപാടെന്താണ്? അപ്പോൾ സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു ആത്മാർത്ഥതയുണ്ടോ? അല്ലെങ്കിൽ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? അവർ യഥാർത്ഥത്തിൽ BJP സർക്കാരിൻ്റെ കൂടെയാണോ? കേരളത്തിൽ ഇപ്പോൾ ഇത് നടപ്പാക്കേണ്ട ഒരു പ്രായോഗികമായ വിഷയങ്ങളൊന്നും വരില്ലല്ലോ. വളരെ അപൂർവമായിട്ടുള്ള കേസുകളാണ്. ഇതൊരു പൊതു തത്വമാണ്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം തീരുമാനിക്കുന്ന ഒരു അടിസ്ഥാനപരമായ ഒരു വ്യതിചലനമാണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത്. അതിനെതിരായിട്ടാണ് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതിനൊരു പ്രസക്തിയില്ല. ആ മറുപടിക്കൊരു പ്രസക്തിയില്ല. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് പറയാഞ്ഞിട്ടാണ്. ഒരു ആത്മാർത്ഥത ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. ഒരാത്മാർത്ഥത അവർക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 5 കൊല്ലമായി 700-ലധികം കേസുകൾ, 700 ചില്ലാൻ കേസുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിൽക്കുകയാണ്. ഒരു തരിമ്പ CAA വിരുദ്ധ സമരങ്ങളിൽ കേസരത്തിനെ വിമർശിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്.